സ്കൂളുകൾ ജനാധിപത്യപരമാകേണ്ടതുണ്ട്. പഠിച്ച പഴയൊരു നായരങ്ങാടി സ്കൂളിനെ സംബന്ധിച്ചൊരു കൊച്ചു കവിതയാണ്. ആ സ്കൂൾ കുറെ കൂടി ജനാധിപത്യപരമായിരുന്നു, എങ്കിലും അതിൻ്റെ ഓർമ്മയിലൊരു കവിത. നായരങ്ങാടി ALP സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഒന്നിച്ച് നമ്മൾ കേട്ടെഴുത്തുകൾ കട്ടെഴുതി. മഷിത്തണ്ടിട്ട് മാച്ച വക്ക് പൊട്ടിയ സ്ലേറ്റിൽ കുറ്റിപ്പെൻസിലുകൊണ്ട് തറയ്ക്കും പനയ്ക്കുമിടയിൽ വീട് വരച്ചു വച്ചു. മാത്യുമാഷിന്റെ കണക്ക് ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഉറക്കം തൂങ്ങി. ശാന്ത ടീച്ചറുടെ ക്ലാസ്സിൽ വെച്ച് മൂക്കിട്ടൊലിച്ച് ഷൈജിയെ നമ്മൾ ചാമ്പഞ്ഞ കാണിച്ച് കൊതിപ്പിച്ചു. അനീഷിനും അരുണിനുമൊപ്പം നിന്ന് നീട്ടത്തിൽ ആര് മുള്ളുമെന്ന് മത്സരിച്ചു. ഉച്ചയ്ക്കിൽ ഇന്റർവെല്ലിന് തീപ്പെട്ടിപ്പടത്തിൽ കൊതി കളിച്ചതിന് മൂടുകീറി ലിൻസിനോട് നമ്മൾ സെറ്റായി തല്ലുകൂടി. 4 മണിക്കിലെ കൂട്ടമണിയടിച്ചാൽ വീട്ടിലെ കുട്ടിപ്പരയിലെ അഞ്ഞിനും കുഞ്ഞിനും കളിയിൽ ഞാനും ലിജിയും അച്ഛനും അമ്മയുമാകുമ്പോൾ നീ വണ്ടിക്കാരനും കച്ചവടക്കാരനുമായി. എന്തിനും നമ്മളായിരുന്നു ഏറ്റവും കൂട്ട്. പിന്നെ എന്ന് തൊട്ടാണ് യൂസഫ് മക്കളൊക്കെ പള്ളിക്കാരെന്നും ഞങ്ങളെ കമ്പലക്കാരെന്നും നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ പിന്നെ കാണെ കാണെ നമ്മൾ അപരിചിതരായി എന്നാണ് കവിത. തീർച്ചയായും കാണെ കാണെ അപരിചിതരായി പോകുന്ന മനുഷ്യരല്ല, കാണെ കാണെ കൂടുതൽ ആത്മബന്ധമുള്ള, കൂടുതൽ സൗഹൃദത്തിലാകുന്ന, കൂടുതൽ സ്നേഹമുള്ള മനുഷ്യരായി മാറുകയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മതചിഹ്നങ്ങളുമായി അധ്യാപകരോ കുട്ടികളോ സ്കൂളിലേക്ക് എത്തുന്നിടത്തല്ല, മറിച്ച് ആ ഏതുതരം സ്കൂളുകളും മതേതരമായ മൂല്യബോധം പുലർത്തുന്ന സ്കൂളുകളായി മാറുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹം, ഒരു വ്യക്തി അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തപ്പെടുകയുള്ളൂ. അത്തരം സ്കൂളുകളാൽ നിറയുന്ന മതേതരമായ കാഴ്ചപ്പാടുകളുള്ള, ജനാധിപത്യപരമായി ഇടപെടാൻ പറ്റുന്ന ക്ലാസ് മുറികൾ സൃഷ്ടിക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. ബഷീറിൻ്റെ മതിലുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു പൂവും പൂന്തോട്ടവുമാകുന്നു എന്ന്. അങ്ങനെ പൂക്കളായി മാറാനും ആ പൂക്കളെല്ലാം ചേരുന്നൊരു വലിയ പൂന്തോട്ടമായി മാറാനും ക്ലാസ് മുറികൾക്കും സ്കൂളുകൾക്കും പറ്റേണ്ടതുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികളും മാഷും ചേരുന്ന ജനാധിപത്യപരമായ ഒരു പൂന്തോട്ടമാണ് ഓരോ ക്ലാസ് മുറിയും എന്ന് നാം വിഭാവനം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഏറ്റവും മതേതര സങ്കല്പങ്ങൾ പുലർത്തുന്ന ക്ലാസ് മുറികൾ, ക്യാമ്പസുകൾ, സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഏറ്റവും താഴ്മയോടെ സ്നേഹത്തോടു കൂടെ അഭ്യർത്ഥിക്കുന്നു.